അഡ്വക്കേറ്റ് പി കൃഷ്ണപ്രസാദ്, ഇവിടെ ഇന്ന് മാടപ്പള്ളി സന്ദർശിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ അവിടെ മാധ്യമങ്ങളെ ജനങ്ങളെയും കണ്ടതിന് ശേഷം അവിടുത്തെ ആളുകളെ സന്ദർശിച്ചു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആഹ്വാനം ചെയ്യുന്നത്, ഇതുപോലെ മഞ്ഞക്കല്ലുകളുമായ ആളുകൾ വരികയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ നിങ്ങൾ നേരിടുന്നോ അതുപോലെ തന്നെ നേരിട്ടോ എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഒരു സംഘർഷത്തിന്റെ വക്കിൽ നിന്ന് വലിയ രക്തരൂക്ഷിതമായ ഒരു സമരമാകാതെ കഷ്ടിച്ചാണ് മാടമ്പള്ളിയിൽ കാര്യങ്ങൾ ഇതുപോലെയെങ്കിലും അവസാനിച്ചത്. അവിടെ ചെന്നിട്ടാണ് ഒരു കേന്ദ്രമന്ത്രി പറയുന്നത്, ഇതുപോലെ കൈകാര്യം ചെയ്തോളൂ നിങ്ങൾ കല്ലുമായി വരുന്നവരെ എന്ന്. കേന്ദ്രം നൽകിയ തത്വത്തിലുള്ള അനുമതി പ്രകാരം നടക്കുന്ന നടപടികളാണ് ഇവിടെ നടക്കുന്നത്. സാമൂഹിക ആഘാത പഠനത്തിന് വേണ്ടിയുള്ള സർവേയാണ്. ആ നടപടികളുമായി ഒരു സംസ്ഥാന സർക്കാർ വികസനം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇങ്ങനെയാണോ ജനങ്ങളോട് ആഹ്വാനം ചെയ്യേണ്ടത്? നമ്മുടെ സംസ്ഥാനത്ത് കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, അവർക്ക് സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾ, ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന്റെ നഷ്ടം സംഭവിക്കുന്ന ആളുകൾ, അവർ സ്വാഭാവികമായും ഒരു സമരത്തിന് തയ്യാറായി വന്നിരിക്കുന്നു. അവർ സ്വാഭാവികമായ ഒരു സമരത്തിന്റെ ഭാഗമായി അവരുടെ സമരരംഗത്തേക്ക് ഇറങ്ങി ഈ സർക്കാർ എടുക്കുന്ന പദ്ധതി എന്നുള്ള നിലക്കല്ല, സർക്കാർ എടുക്കുന്ന നയത്തിനെതിരായി ഈ തരത്തിൽ തിടുക്കം പിടിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് വെച്ചിട്ടുള്ള വിഷയങ്ങളെ പരിഹരിക്കാതെ, അവരുടെ വിഷയങ്ങളോട് സംവദിക്കാതെ, അവരെ കേൾക്കാതെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയി ഈ തരത്തിൽ മൃഗീയമായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ട് ഒരു പ്രതിഷേധക്കാരെ എല്ലാം വലിച്ചടിച്ചു കൊണ്ടുപോകുന്ന, മൃഗീയമായി അവരെയെല്ലാം നടുറോട്ടിൽ തല്ലിച്ചതക്കുന്ന അത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഒരു നടപടിയുമായി ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു. അതിന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്നു. ആ സമരത്തിന്റെ പോലീസിന്റെ ക്രൂരമായിട്ടുള്ള മുഖങ്ങൾ അവർ കാണേണ്ടി വരുന്നു, അനുഭവിക്കേണ്ടി വരുന്നു. ആ സാഹചര്യത്തിൽ ആര് എന്നുള്ളതല്ല ഇവിടെ പ്രസക്തി. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ സാധാരണക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഒരു സമരം, അത് ഭൂമി നഷ്ടപ്പെടുന്നവരുണ്ട്, ഇതിന്റെ കെടുതികൾ അനുഭവിക്കുന്നവരുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ ഉണ്ടാകാൻ പോകുന്ന വികസനത്തിന്റെ ഒന്നും കാണുന്നവരല്ല ആളുകൾ. അവർക്കിടെ ഭൂമി നഷ്ടപ്പെടുന്നു, അവർക്ക് നഷ്ടമുണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ അവർ സ്വമേധയാ ഒരു സമരത്തിന്റെ തയ്യാറാകുന്നു. ഡിവൈഎഫ്ഐയുടെ നേതാവ് പറയുന്നത് പോലെ ഇതങ്ങനെ ആരെങ്കിലും പ്രേരിപ്പിച്ചു കൊണ്ടുവന്നൊരു സമരം നടത്തി ഇവിടെ എന്തെങ്കിലും പ്രക്ഷോഭമുണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് എന്ന് കരുതേണ്ടതില്ല. ഈ സമരത്തിൽ മുന്നോട്ട് വരുന്ന, നമ്മളിപ്പോൾ സ്ക്രീനിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിൽ പുറത്തേക്ക് വരുന്ന ആളുകൾ ആരാണ്? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ആ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ സമരരംഗത്തേക്ക് വരുമ്പോൾ അവർ നേരിടേണ്ടത് ഈ തരത്തിലാണോ ഒരു ജനകീയ സർക്കാർ? ആ സംവിധാനത്തിനോടാണ് ബി.ജെ.പി. എതിരായി നിൽക്കുന്നത്. മറുഭാഗത്ത് ജനങ്ങളുടെ പ്രതിഷേധത്തെ നേരിടുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം. അത് കേന്ദ്രമന്ത്രിക്കും ചൂണ്ടിക്കാട്ടാം, ബി.ജെ.പി. നേതാക്കൾക്കും ചൂണ്ടിക്കാട്ടാം. ആ സാഹചര്യങ്ങൾ ജനങ്ങൾ അതിൽ പ്രതിഷേധമോ എന്ത് വേണമെങ്കിലും സംഘടിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ കേന്ദ്രത്തിന്റെ തത്വത്തിലുള്ള അനുമതി പ്രകാരം ഒരു സർക്കാർ അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ടാവും, ഈ കല്ല് വീണാൽ ഇനി ഈ ഭൂമിയിൽ ഒന്നും നടക്കില്ല, തങ്ങൾക്ക് മറിച്ച് വിൽക്കാൻ പറ്റില്ല, മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല, തങ്ങളുടെ കിടപ്പാടം പോകുമോ തുടങ്ങിയ ആശങ്കകൾ അവരെ സംബന്ധിച്ച് നിരവധി ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാകുന്നവരാണല്ലോ. അവിടെ ചെന്നിട്ട് പിണറായി വിജയന്റെ അഹന്തയുടെ കല്ല് നിങ്ങളുടെ നെഞ്ചത്ത് വെക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ ഒരു കേന്ദ്രമന്ത്രി പറയുമ്പോൾ, അതാണ് ബി.ജെ.പിക്കാരായ സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കൾ, പ്രാദേശിക നേതാക്കളോ ആരെങ്കിലും പറഞ്ഞാലല്ല, ഒരു കേന്ദ്രമന്ത്രി, അധികാരപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന മന്ത്രി ഇത്തരം ആഹ്വാനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിന്ന് നടക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടാണ് ഉത്തരവാദിത്തമുള്ളത്? ഇത് സംസ്ഥാന സർക്കാർ മാത്രം നടത്തുന്ന ഒരു പദ്ധതിയൊന്നുമല്ലല്ലോ. ഇതിന്റെ പഠനവും ഇതിന്റെ അനുമതി ലഭിക്കേണ്ടതും ഇത് നടത്തേണ്ടതും ഈ പദ്ധതി യോജിച്ച ഒരു സംരംഭമായിട്ടാണല്ലോ വരുന്നത്. അവിടെ ഈ കേന്ദ്രമന്ത്രി ഇങ്ങനെയുള്ളൊരു നിലപാടെടുക്കുന്നത് എങ്ങനെയാണ്? അത് ഇരട്ടത്താപ്പല്ലേ? നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്ന ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി ഉണ്ട്. കേന്ദ്രം ഇതിന് ഇതാ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. ഇത് കേന്ദ്രത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഈ തരത്തിലുള്ള പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണവുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ആ തരത്തിൽ ഒരു അനുമതിയോ ഒരു അനുമതി പത്രമോ
കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നാളിതുവരെ ഈ പദ്ധതിയുമായി കൊടുത്തതായി എൻ്റെ അറിവിലോ എൻ്റെ ശ്രദ്ധയിലോ പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പരിശോധിക്കാം. ഒരു കേന്ദ്ര ഗവൺമെന്റിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും ഒരു പദ്ധതി ഞങ്ങൾ ആലോചിക്കുന്നു, ഞങ്ങൾ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു, ഞങ്ങൾ അങ്ങനെ പോയിക്കോട്ടെ എന്ന അനുവാദം ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകാം. അത് ആലോചിക്കേണ്ട സമയത്ത് ആലോചിക്കും, അതിന്റെ വരുമാനങ്ങളെ കുറിച്ച് ആലോചിക്കും, അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് വേണ്ടതാണോ വേണ്ടതല്ലയോ എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയേണ്ടതാണെങ്കിൽ പറയും. അത് രണ്ടാമത്തെ കാര്യം. അത് ഒരു തത്വത്തിലൊരു അനുമതിക്ക് വേണ്ടി ഒരു പദ്ധതി തുടങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രിൻസിപ്പൽ അനുമതിക്ക് വേണ്ടിയിട്ടൊരു ലെറ്റർ അയച്ചു എന്നുള്ളതാണ് ഇവർ അതിന്റെ അനുമതിയായി കണക്കാക്കുന്നെങ്കിൽ ഇവർക്ക് തെറ്റി. അങ്ങനെയല്ലല്ലോ സർക്കാർ നടപടികൾ. സാമൂഹികാഘാത പഠനം നടത്താനുള്ള സർവേ ഇത് മാത്രമേ സംസ്ഥാന സർക്കാരും പറയുന്നുള്ളൂ. പക്ഷേ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയുന്നുണ്ടോ? ജനകീയ പ്രതിഷേധങ്ങളെ ഇങ്ങനെയാണോ നേരിടേണ്ടത്? ഈ രണ്ട് കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അതിനപ്പുറം ഇത് എല്ലാവിധത്തിലുമുള്ള അനുമതി കിട്ടിയെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കാനും പോകുന്നില്ലല്ലോ. അങ്ങനെ അനുമതി കിട്ടുമെന്ന് ഇത്രയധികം ആളുകളെ പറഞ്ഞ് പറ്റിച്ച് മുന്നോട്ട് പോകാൻ ഒരു സർക്കാരിനും കഴിയുകയുമില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.